ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളം എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഫസ്റ്റ് യൂണിറ്റിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് യൂണിറ്റ് 2 അധ്യായങ്ങളുണ്ട്. രണ്ടും ആരെഴുതിയതാണ്? ജോയ് തിരുമൂലപുരത്തിൻ്റെ പ്രഭാഷണമാണ്. അപ്പോൾ ആ പ്രഭാഷണത്തെ ബേസ് ചെയ്ത് അതൊരു പ്രഭാഷണ കലയുടെ പൂർണ്ണമായ രൂപം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ 2 ലേഖനങ്ങൾ ഉൾപ്പെടുത്തി 2 അധ്യായങ്ങളാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിലൊരധ്യായമാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഒരധ്യായമാണ് നമ്മളിന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നോട്ട്സ് ഉണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ വരിക. പെയ്ഡ് നോട്ട്സാണ്. നോട്ട്സിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ തരാം. ഫസ്റ്റ് സെമ്മിൻ്റെ എല്ലാ നോട്ട്സും ഉണ്ട്. ഇംഗ്ലീഷ് ഒഴികെയുള്ള എല്ലാ വിഷയത്തിൻ്റെ നോട്ട്സുണ്ട്. സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളം, സോഷ്യോളജിക്കാരുടെ BA, പിന്നെ സോഷ്യോളജീൻ്റെ പേപ്പർ, സോഷ്യോളജി ഇൻ ഇന്ത്യ, ജനറൽ എക്കണോമിക്സിൻ്റെ ഒക്കെ നോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം പെയ്ഡ് നോട്ട്സാണ് ആവശ്യമുള്ളവർക്ക്. അതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ്. ഫസ്റ്റ് സെമ്മാണ് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലല്ലാതെ ഉള്ളത്. അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും ബന്ധപ്പെടാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ബ്ലോക്കിൻ്റെ പേര് മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള രചന. അതായത് മാധ്യമങ്ങൾക്ക് വേണ്ടി നമ്മളതൊരു മാധ്യമം, ഒരു പത്രമാധ്യമം നമ്മൾ പുറത്തിറക്കുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറേ കാര്യങ്ങളൊക്കെയാണ് അതിൽ ജോയ് തിരുമൂലപുരം പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് യൂണിറ്റിൽ ഫസ്റ്റ് അധ്യായത്തിൻ്റെ പേര് വാർത്താഘടനയാണ്. വാർത്തയുടെ ഘടന എങ്ങനെയാണെന്നാണ്. ആരാണ് എഴുതിയെന്നാണ് പറഞ്ഞാൽ? ജോയ് തിരുമൂലപുരം. മലയാള മനോരമ, ദീപിക, മംഗളം, കേരള കൗമുദി തുടങ്ങിയ അനേകം പത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രശസ്ത മാധ്യമ പ്രവർത്തകനാണ് ആര്? ജോയ് തിരുമൂലപുരം. കഴിഞ്ഞ 4 ദശാബ്ദത്തിനിടെ കേരളം കണ്ട മികച്ച പത്രപ്രവർത്തകരിൽ ഒരാളാണ് അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പത്ര സംവിധാനത്തിന് തുടർച്ചയായ 2 വർഷങ്ങളിൽ രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയിട്ടുള്ള ഒരേ ഒരു മലയാളി പത്രപ്രവർത്തകനാണ് ജോയ് തിരുമൂലപുരം. ഗ്രാമീണ റിപ്പോർട്ടിങ്ങിനുള്ള രാജ്യത്തെ മികച്ച റിപ്പോർട്ടർക്കുള്ള സ്റ്റേറ്റ്സ്മാൻ അവാർഡ് നേടിയ ആദ്യ മലയാളിയും അദ്ദേഹം തന്നെയാണ്. ഇടമലക്കുടിയിലെ മുതുവന്മാർ എന്ന പരമ്പരയാണ് സ്റ്റേറ്റ്സ്മാൻ അവാർഡിന് അർഹമായത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്റ്റേറ്റ്സ്മാൻ അവാർഡ് നേടിക്കൊടുത്തത്. 700ഓളം ചെറുകഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഫോട്ടോ എഡിറ്റിംഗ് രംഗത്ത് നവീനമായ അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ പ്രദാനം ചെയ്ത വ്യക്തിയായിരുന്നു ജോയ് തിരുമൂലപുരം. 73-ാമത്തെ വയസ്സിൽ 2010 ജൂലൈ 23 കോട്ടയത്ത് അദ്ദേഹം മരണപ്പെട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ ഈ വാർത്താഘടന എന്ന ലേഖനത്തിലേക്ക് പോകണം നമ്മൾ. ജോയ് തിരുമൂലപുരത്തിൻ്റെ വാർത്താ വോള്യം 3 വാർത്താ വോള്യം 3 എന്നൊരു കൃതി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിലാണ് വാർത്താഘടന എന്ന ലേഖനം കൊടുത്തിട്ടുള്ളത്. വാർത്താഘടനയെക്കുറിച്ചും എഴുത്ത് രീതിയെക്കുറിച്ചുമാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത്. വാർത്തയുടെ ആദ്യഘട്ടമായ തലക്കെട്ടിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. തലക്കെട്ടിനെ പറ്റിയുള്ള വിവരണത്തിന് ശേഷം ക്രെഡിറ്റ് ലൈനിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നീട് പ്ലേസ് ലൈനിനെ കുറിച്ച് അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്ന ഡേറ്റ് ലൈനിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിൽ അതിൽ പത്രത്തിൽ വരുന്ന വിശദമായ എല്ലാ കാര്യങ്ങളും ഏകദേശം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻട്രോ, ബോഡി, ടെയില് തുടങ്ങിയ വാർത്തയുടെ ഭാഗങ്ങളെ പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ലേഖനമാണിത്. വാർത്ത എഴുതാൻ വേണ്ടി പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഗുണഗണങ്ങളെ പറ്റിയും പോരായ്മകളെ പറ്റിയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ലേഖനമാണ് വാർത്താഘടന എന്നത്. വാർത്താഘടനയുടെ മൗലികതയെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ് ലേഖനം അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. നമ്മൾ പലപ്പോഴും ഒരു തലക്കെട്ട് വായിച്ചതിന് ശേഷമാണ് ആ വാർത്ത വായിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. ശരിയല്ലേ? തലക്കെട്ട് പറഞ്ഞാൽ ഹെഡിങ്, അത് വായിച്ചതിന് ശേഷമാണ് ആ വാർത്ത നമ്മൾ വായിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ചില തലക്കെട്ടുകൾ വായനക്കാരെ ആകർഷിക്കുകയും വാർത്ത വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. തലക്കെട്ടിലൂടെയാണ് ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നത്. എന്തുകൊണ്ടും ഒരു വാർത്തയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? അതിൻ്റെ തലക്കെട്ട് അല്ലെങ്കിൽ ഹെഡിങ് തന്നെയാണ്. ലേഖനത്തിൽ 2 വാർത്ത ഉദാഹരണം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് സമർത്ഥിക്കുന്നത്. ഗുജറാത്തിലെ പ്രതിസന്ധി മൂർച്ഛിക്കുന്നു എന്ന ആദ്യത്തെ വാർത്തയുടെ തലക്കെട്ട്. ഈ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ വാർത്തയുടെ സ്വഭാവം ഏകദേശം നമുക്ക് മനസ്സിലാവും. എന്നാൽ എന്ത് പ്രതിസന്ധിയാണ് മൂർച്ഛിക്കുന്നത് എന്ന് തലക്കെട്ടിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ തലക്കെട്ട് വായിച്ച് ജിജ്ഞാസയോടെ വാർത്തയിലേക്ക് കടക്കാനുള്ള മനഃശാസ്ത്രപരമായ ഒരു വിദ്യയാണ് അദ്ദേഹം ഇവിടെ പ്രയോഗിക്കുക, അല്ലെങ്കിൽ ആളുകളിങ്ങനെ അവിടെ പ്രയോഗിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വാർത്ത വായിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ തീരുമാനിച്ച് ഉറപ്പിക്കാൻ തലക്കെട്ട് പ്രധാന കാരണമാണ്. അതുകൊണ്ട് തന്നെ തലക്കെട്ട് പ്രയോഗിക്കുന്നതിൽ കാര്യമായ സൂക്ഷ്മതയും ഔചിത്യവും ആവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത ഭാഗത്ത് ക്രെഡിറ്റ് ലൈനിനെ പറ്റിയാണ് പറയുന്നത്.
തലക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ക്രെഡിറ്റ് ലൈനാണ്. ഇനി എന്താണ് ക്രെഡിറ്റ് ലൈന്? വാർത്ത ശേഖരിച്ച ആളെ സൂചിപ്പിക്കാനാണ് ക്രെഡിറ്റ് ലൈന് ഉപയോഗിക്കുന്നത്. പലപ്പോഴും സ്വന്തം ലേഖകൻ എന്ന് നമ്മൾ കാണാറുണ്ട്. സംഭവസ്ഥലത്ത് നിന്നും വാർത്ത ശേഖരിക്കാൻ പത്രം നിയോഗിച്ച ലേഖകനാണ് ആര്? സ്വന്തം ലേഖകൻ. എന്നാൽ സ്വന്തം ലേഖകൻ ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യാറുണ്ട്? മറ്റുള്ളവരുടെ താൽക്കാലിക സഹായം തേടാറുമുണ്ട്. അതായത് മറ്റെവിടെയെങ്കിലും നിന്നുള്ള ലേഖകനെ കൊണ്ട് വാർത്ത ശേഖരിക്കുമ്പോൾ അത് സ്വന്തം പ്രതിനിധി എന്നാവും. എഡിറ്റോറിയൽ സ്റ്റാഫിൽ ആരെങ്കിലുമാണ് വാർത്ത ശേഖരിക്കുന്നതെങ്കിലോ സ്റ്റാഫ് പ്രതിനിധിയോ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നോ ആണ് വിളിക്കപ്പെടുന്നത്. പ്രത്യേക ലേഖകൻ എന്നൊരു പോസ്റ്റിനെ പറ്റിയും പറയുന്നുണ്ട്. പ്രത്യേക ലേഖകൻ നമ്മൾ പത്രത്തിൽ കാണാറുണ്ടല്ലോ. അപ്പോൾ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ്, പ്രത്യേക റിപ്പോർട്ടർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഈ തസ്തികയ്ക്ക് ഗ്രേഡ് കൂടുതലാണ്. സ്വന്തം ലേഖകനേക്കാൾ അല്പം ഉയർന്ന ഗ്രേഡാണ് ഈ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റിന് അല്ലെങ്കിൽ പ്രത്യേക റിപ്പോർട്ടർക്കുള്ളത്. മാത്രവുമല്ല സ്വന്തം ലേഖകനേക്കാൾ ഗ്രേഡ് കൂടിയ ലേഖകനായിരിക്കും ഈ തസ്തിക കൈകാര്യം ചെയ്യുന്നത്. ആരെങ്കിലും അയച്ചു കൊടുക്കുകയോ സന്ദേശം അയക്കുകയോ ചെയ്യുന്ന വാർത്തയാണെങ്കിൽ ഒരു ലേഖകൻ എന്നാണ് ക്രെഡിറ്റ് ലൈനിൽ തുടരുക. ഒരു ലേഖകൻ ആരാന്നില്ലാതെ ലേഖകൻ എന്നാണ് ക്രെഡിറ്റ് ലൈനിൽ കാണാൻ കഴിയുക. വാർത്തയുടെ പ്രധാന ഉറവിടമാണ് ഏജൻസികൾ. വിവിധ ഏജൻസികളിൽ നിന്ന് ഒരുപാട് വാർത്തകൾ പത്രങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ക്രെഡിറ്റ് ലൈനിൽ ഏജൻസികളുടെ പേര് കൊടുക്കാറുമില്ല. വാർത്തയുടെ ഒടുവിലോ അല്ലെങ്കിൽ വാർത്തയുടെ ഇടയ്ക്കെപ്പോഴെങ്കിലും ഒക്കെ അവരുടെ പേര് ചേർക്കുകയാണ് പതിവ്. പിന്നെ അടുത്തത് വരുന്നത് ബൈലൈനാണ്. ബൈലൈനെ പറ്റിയും തിരുമൂലപുരം പറയുന്നുണ്ട്. ക്രെഡിറ്റ് ലൈനിന് പകരം റിപ്പോർട്ട് ചെയ്ത ആളുടെ പേര് കൊടുക്കുന്നതാണ് ബൈലൈൻ എന്ന് പറയുന്നത്. ബൈലൈൻ കൊടുക്കുന്നത് റിപ്പോർട്ടിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും റിപ്പോർട്ട് എഴുതിയ ആളിൻ്റെ നിക്ഷേപം കൂടുതൽ മികച്ചതാക്കാനും ഒക്കെ സഹായിക്കും. തൻ്റെ പേരിലൂടെയാണ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെടാൻ പോകുന്നത് എന്ന ബോധ്യത്തിൽ പരമാവധി നന്നായി വാർത്ത ശേഖരിക്കാനോ അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യാനോ അവർ ഉത്സാഹിക്കുകയും ചെയ്യും. എന്നാൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തകൾക്ക് മാത്രമേ പൊതുവെ ബൈലൈൻ കൊടുക്കാറുള്ളൂ. വാർത്താഘടനയിലെ അടുത്തത് പ്ലേസ് ലൈനാണ്. പ്ലേസ് ലൈൻ സംഭവം നടന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? പ്ലേസ് ലൈൻ എന്ന് പറയും. കാസർഗോഡാണ് ഇപ്പോൾ ഒരു സംഭവം നടന്നതെങ്കിൽ തലക്കെട്ടും ക്രെഡിറ്റ് ലൈനും കഴിഞ്ഞ് കാസർഗോഡ് എന്ന് ചേർത്തിട്ടാണ് വാർത്ത തുടങ്ങുന്നത്. പണ്ട് ഡേറ്റ് ലൈൻ എന്നൊരു സംഭവം കൂടി നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. അതെന്താണ്? എന്നാണോ സംഭവം നടന്നത് ആ തീയതി കൂടി ഒപ്പം കൊടുക്കുന്നൊരു പതിവാണ് എന്ത്? ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. എന്നാൽ അത് വായനക്കാരിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയാണ് വാർത്തയിലേക്ക് കടക്കുന്നത്. വാർത്തയുടെ ആദ്യ പാരഗ്രാഫിനെ ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് എന്നാണ് പറയുക. വാർത്തയുടെ ആദ്യ വാക്യം അല്ലെങ്കിൽ ആദ്യ ഖണ്ഡികയാണ് എന്ത്? ലീഡ്. വാർത്തയിലേക്കുള്ള പ്രവേശന കവാടവും വാർത്തയുടെ സ്വഭാവം വ്യക്തമാക്കുന്ന ഘടകവും കൂടിയാണ് ഇത് ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്നത്. ഇൻട്രോയിൽ നിന്ന് തന്നെ വാർത്തയെപ്പറ്റി ഏകദേശം വിവരങ്ങളൊക്കെ കിട്ടും. എങ്കിലും നല്ലൊരു ഇൻട്രോ വായനക്കാരനെ ഇരുത്തി വായിപ്പിക്കും എന്നാണ് പറയുന്നത്. വാർത്താഘടനയിലെ അടുത്ത ഭാഗമാണ് ബോഡി അഥവാ വാർത്താ ശരീരം. ലീഡിൻ്റെ വിശദീകരണമാണ് ബോഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. വാർത്താഘടനയിലെ അവസാന ഭാഗം ടെയിലാണ്. ടെയിലാണ്. വാർത്തയുടെ ഒടുക്കം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അവസാന ഖണ്ഡികയാണ് ടെയിൽ. ടെയിൽ വായിക്കുന്ന വായനക്കാരന് വാർത്തയുടെ ഉള്ളടക്കം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇത്തരത്തിൽ വാർത്ത എഴുതുന്നതിന് ഇൻവെർട്ടഡ് പിരമിഡ് അഥവാ തിരിച്ചു വച്ച പിരമിഡിൻ്റെ രൂപത്തിലുള്ള എഴുത്ത് രീതിയാണ് പിന്തുടർന്നു പോരുന്നത്. പിരമിഡ് തിരിച്ചു വെക്കുമ്പോൾ അതിൻ്റെ വിശാലമായ പരന്ന ഭാഗം മുകളിലും കൂർത്ത ഭാഗം താഴെയുമായി വരും. അതുപോലെ തന്നെയാണ് വാർത്ത എഴുതേണ്ടതും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യ ഭാഗത്തും പിന്നീട് പ്രാധാന്യം കുറഞ്ഞവ താഴെയായിട്ട് എഴുതുന്ന ഒരു രീതി. ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് വായനക്കാർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ സമയം പോലെ അറിയേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നതാണ്. അവസാന ഭാഗം വായിച്ചില്ലെങ്കിലും വലിയ നഷ്ടമൊന്നും അവർക്ക് ഉണ്ടാവുകയുമില്ല. മാത്രവുമല്ല എഡിറ്റർമാർക്കും ഈ രീതി വളരെ സഹായം ചെയ്യുന്നുണ്ട്. സ്ഥലം തികയാതെയോ മറ്റോ വന്നാൽ എന്ത് ചെയ്യാം? വാർത്തകളിലെ അവസാന ഭാഗം വേണ്ടതുപോലെ ഒഴിവാക്കാനും കഴിയും. പത്രവാർത്തകൾ എഴുതുന്നതിന് ഉപയോഗിക്കുന്ന പരമ്പരാഗത ശൈലിയാണ് ഇൻവെർട്ടഡ് പിരമിഡ് രീതി എന്ന് പറയുന്നത്. ഈ രീതിയിലെ പ്രധാന വസ്തുതകൾ ആദ്യം ഭാഗത്തും വിശദീകരണങ്ങൾ പിന്നീടും ചേർക്കും. തലകീഴായുള്ള പിരമിഡ് ശൈലിയിലുള്ള വാർത്തകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്നു. അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്താണ് തലകീഴായ പിരമിഡ് ശൈലി ഉത്ഭവിച്ചത്. യുദ്ധഭൂമിയിൽ പ്രവർത്തിച്ചിരുന്ന റിപ്പോർട്ടർമാർ ടെലിഗ്രാം വഴിയാണ് വാർത്തകൾ അവരുടെ ആസ്ഥാനങ്ങളിൽ എത്തിച്ചിരുന്നത്. ഏത് സമയത്തും ടെലിഗ്രാം കേബിളുകൾ ശത്രുസൈന്യം മുറിച്ചു മാറ്റിയേക്കാമെന്നതും സാങ്കേതികമായ പിഴവുകൾ വന്നേക്കാമെന്നതും റിപ്പോർട്ടർമാരെ നിരന്തരം അലട്ടിയിരുന്നൊരു പ്രശ്നമാണ് അക്കാലത്ത്. അതുകൊണ്ട് അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം അറിയിക്കുകയും വിശദാംശങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ഒരു ശൈലി ആരംഭിച്ചു. ടെലിഗ്രാം സന്ദേശങ്ങൾ ഉപയോഗിച്ച് വാർത്താ ഏജൻസി തലകീഴായ പിരമിഡ് ശൈലി സ്ഥിരപ്പെടുത്തി. പിന്നീട് പത്രവാർത്തകളുടെ ഘടനയും ഈ ശൈലി പ്രകാരമായി തീരുകയാണ് ചെയ്തത്.
എഡിറ്റിങ്ങിനും ഈ രീതി സൗകര്യപ്രദമാണെന്ന് പറഞ്ഞു അല്ലേ. എങ്ങനെ സ്ഥലപരിമിതി ഉണ്ടാകുമ്പോൾ വാർത്തകളുടെ അവസാന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് പ്രധാന വസ്തുതകൾ നഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഈ ശൈലിയുടെ ഒരു പ്രത്യേകത. വായനക്കാർക്കും ഇത് ഗുണകരമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ശൈലിയിൽ വായനക്കാരന് വളരെ പെട്ടെന്ന് വസ്തുതകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വാർത്ത തുടർന്ന് വായിക്കണോ എന്ന തലക്കെട്ടും ലീഡും വായിച്ചതിന് ശേഷം വായനക്കാരന് തീരുമാനിക്കാം. തലകീഴായ പിരമിഡ് ശൈലിക്ക് ചില പോരായ്മകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെച്ചങ്ങളായി പറയുമ്പോൾ അതിന് ചില പോരായ്മകളും ഉണ്ട്. ആദ്യ ഖണ്ഡിക തന്നെ ഒരു സംഭവത്തിൻ്റെ സംഗ്രഹം നൽകുന്നതുകൊണ്ട്, മൊത്തം സംഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം കംപ്ലീറ്റ് നൽകുന്നതുകൊണ്ട് പിന്നീടുള്ള ഭാഗത്ത് ധാരാളം ആവർത്തനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൂടാതെ തലകീഴായ പിരമിഡ് ശൈലിയിൽ എഴുതുന്ന വാർത്തകളിൽ ആകാംക്ഷയ്ക്കൊരു സ്ഥാനവുമില്ല. കാരണം ആദ്യ ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളൊക്കെ ആരറിയും? വായനക്കാരറിയുന്നുണ്ട്. എന്നാൽ എല്ലാത്തരം വാർത്തകൾക്കും ഈ ഇൻവെർട്ടഡ് പിരമിഡ് ഘടന ഉപയുക്തവുമല്ല. വായനക്കാരെ വൈകാരികമായിട്ട് ഉണർത്തേണ്ടുന്ന വാർത്തകൾ ഇത്തരത്തിൽ എഴുതാൻ കഴിയില്ല. പത്രവാർത്ത എഴുത്തിന് തനതായ ഒരു ശൈലി തന്നെയുണ്ട്. മറ്റെല്ലാ എഴുത്തുകളിൽ നിന്നും വ്യത്യസ്തമായതാണ് പത്രവാർത്ത എഴുത്ത് രീതി. ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ ജനങ്ങളെ അറിയിക്കുക, പൊതുജനാഭിപ്രായം രൂപീകരിക്കുക എന്നിവയാണ് ഒരു പത്രമാധ്യമം മുന്നോട്ട് വെക്കുന്ന ധർമ്മം. ഓരോ വാർത്തയും അതിൻ്റെ ഉള്ളടക്കം ചോരാതെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ആകർഷകമായ തലക്കെട്ടുകളാണ് പലപ്പോഴും ജനങ്ങളെ വായനയിലേക്ക് നയിക്കുന്നത്. കൊടുത്തിരിക്കുന്ന വാർത്തയെ ഉൾക്കൊള്ളാൻ തലക്കെട്ടുകൾക്ക് കഴിയുകയും വേണം. ഔചിത്യം വീക്ഷിച്ചുകൊണ്ടാണ് ഓരോ ഭാഗവും പൂർത്തിയാക്കേണ്ടത്. എന്നാൽ ഇന്ന് തലക്കെട്ട് കൊണ്ട് വാർത്തയുടെ അർത്ഥധ്വനി തന്നെ മാറുന്ന രീതിയിലേക്ക് വാർത്തയെഴുത്തിലെ ഔചിത്യബോധം മറ്റും കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങൾ പക്ഷപാതമായി അതായത് ആരുടെയെങ്കിലുമൊക്കെ പക്ഷം ചേർന്നുകൊണ്ട് പല വാർത്തകളിലെയും പ്രധാന കാര്യങ്ങളെ മറച്ചു പിടിക്കാനോ വളച്ചൊടിക്കാനോ ആണ് ഇന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ജോയ് തിരുമൂലപുരം പറയുന്നുണ്ട്. ഇനി ഇതേ യൂണിറ്റിൽ തന്നെ മറ്റൊരു അധ്യായം കൂടിയുണ്ട്. ഈ 2 അധ്യായങ്ങൾ കഴിയുമ്പോഴേ ഒരു യൂണിറ്റ് പൂർണ്ണമാവുക കേട്ടോ. അപ്പോൾ അടുത്ത അധ്യായം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക്സ്.